ഹല്ലേലൂയ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ നമ്മുടെ നടുവിൽ നമ്മുടെ യേശു വന്നിട്ടുണ്ട്. ആമേൻ. യേശുവിൻ്റെ പ്രത്യേകത, യേശു രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരകൻ യേശുവാണ്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തിയവൻ യേശുവാണ്. ആമേൻ. യേശുവിൻ്റെ അരികിലേക്ക് വരുന്നവർ വെറുതെ വന്നിട്ട് മടങ്ങിപ്പോകത്തില്ല. അവർ യേശുവിൽ നിന്ന് ചിലത് പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ഇടവരും. ആമേൻ. ആ പ്രതീക്ഷ ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. ഇതിനകത്ത് യേശു അനേകരെ ഈ പ്രാരംഭത്തിൽ തന്നെ സൗഖ്യമാക്കി കഴിഞ്ഞു. അനേകരകത്ത് അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാരണം യേശു ഇവിടെ വന്നു. ഒന്ന് അടുത്തിരിക്കാൻ കൈകൊടുത്ത് പറഞ്ഞേ, യേശു ഇവിടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. യേശു വരുന്നത് നമ്മളെ കണ്ടിട്ട് പോകാനല്ല. യേശു വരുന്നത് നമ്മളെ കരയിച്ചു പോകാനല്ല. യേശു വരുന്നത് നമ്മുടെ കണ്ണീർ തുടയ്ക്കുവാനത്രേ. യേശു വരുന്നത് നമ്മുടെ ഭാരങ്ങൾ നീക്കുവാനാണ്. യേശു വരുന്നത് നമ്മുടെ വേദനകൾ മാറ്റുവാനാണ്. യേശു വരുന്നത് നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുവാനാണ്. യേശു വരുന്നത് നമ്മുടെ നിരാശയെ മാറ്റുവാനാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും നിരാശയോടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന പകലായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സന്തോഷിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സന്തോഷത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരിക. ലൂക്കോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സകല ജനത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സന്തോഷമല്ല തരുന്നത്, മഹാസന്തോഷം. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ എത്രത്തോളം നിരാശപ്പെട്ടു വന്നോ അതിനേക്കാൾ അപ്പുറമായി സന്തോഷത്തോടെ മടങ്ങിപ്പോകും. കാരണം നിങ്ങൾ വന്നത് മഹാസന്തോഷത്തിന്റെ അടുക്കൽ അത്രേ. ആമേൻ. ഹല്ലേലൂയ. ആ മഹാസന്തോഷം പ്രാപിച്ചു മടങ്ങുവാൻ ഇന്ന് പകൽ നമുക്ക് ഇടവരട്ടെ. സ്തോത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. മരത്തുമേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ ശ്രദ്ധിക്കണേ, സകല മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹം വേണം. ആരും ശപിക്കപ്പെട്ടവരായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരും ശാപം പേറുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകണം, ഞാൻ ഒരു അനുഗ്രഹമാകണമെന്ന് സകലരും ആഗ്രഹിക്കുന്നു. എന്നാൽ സ്തോത്രം, പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ഞാൻ ഒരു അനുഗ്രഹമാകുന്നത്, ആരാണ് എന്നെ ഒരു അനുഗ്രഹമാക്കുന്നത്. ആമേൻ. എനിക്ക് എങ്ങനെ അനുഗ്രഹത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും? ഞാനിപ്പോൾ ആയിരിക്കുന്നത് അനുഗ്രഹത്തിനകത്താണോ? ഞാനിപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനാണോ? അതോ ഞാൻ ഇപ്പോഴും ശാപത്തിൽ തുടരുന്നവനാണോ? ഇപ്പോഴും ഞാൻ ശാപത്തിലാണോ കിടക്കുന്നത്? ഇപ്പോഴും ഞാൻ പരാജയത്തിനകത്താണോ? പല സംശയങ്ങൾ പലരുടെയും ഉള്ളത്തിലുണ്ട്. എന്നാൽ സകല സംശയത്തിന്റെയും ഉത്തരം ഒരാളിലുണ്ട്. സകലത്തിന്റെയും ഉത്തരമായ യേശുവിലേക്ക് നോക്കിയാൽ അവിടെ സകലത്തിന്റെയും ഉത്തരം നമുക്ക് കാണാൻ കഴിയും. ആമേൻ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ശാപമായി തീർന്നുകൊണ്ട്
നമ്മുടെ ശാപം ഏറ്റെടുത്ത് താൻ ശാപമൃത്യു വരിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ, സ്തോത്രം, അവിടെ എനിക്ക് പകരം യേശു എന്റെ ശാപം ഏറ്റെടുത്തു. ആമേൻ. ആ ക്രൂശിലൂടെ ശാപത്തിൽ കിടക്കുന്ന എനിക്ക് ആ ക്രൂശ് മുഖാന്തരം ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനായി കഴിയും. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, അനുഗ്രഹത്തിലേക്കുള്ള വഴി യേശുവാണ്. ഇന്ന് പകൽ ആരെങ്കിലും അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാത്തവരുണ്ടെങ്കിൽ പ്രവേശിക്കാനുള്ള വഴിയാണ് കർത്താവ് യേശു. യേശുവിന്റെ കാൽവരി ക്രൂശിലേക്ക് ഇന്ന് പകൽ നമുക്കൊന്ന് കയറി ചെന്നാൽ അവിടെ കിടന്നുകൊണ്ട് യേശു പറയുന്നൊരു വാക്കുണ്ട്: സകലവും പൂർത്തിയായി. ഒന്നും ഇനി പൂർത്തീകരിക്കപ്പെടാനില്ല, സകലവും പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഒന്നും ചെയ്യുവാൻ അവശേഷിക്കുന്നില്ല. ഇനി അവശേഷിക്കുന്ന യാതൊന്നുമില്ല. എന്തെല്ലാം മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്യാനുണ്ടോ, മനുഷ്യന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ജയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാനുണ്ടോ അതെല്ലാം എന്റെ യേശു കർത്താവ് കുഞ്ഞെ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി നിന്റെ വിടുതലിന് വേണ്ടി ആമേൻ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നിന്റെ സൗഖ്യത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നിന്റെ ദാരിദ്ര്യം മാറ്റാൻ ആരും പകരമൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നിന്റെ ബന്ധനം അഴിയാൻ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. നിന്റെ ബന്ധനം അഴിക്കാനുള്ളത് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ യേശുവിലേക്ക് ഇന്ന് പകൽക്കാലം നീ നോക്കുവാൻ തയ്യാറായാൽ യേശുവിലൂടെ നീ പ്രാപിക്കുന്നത് സ്വാതന്ത്ര്യമത്രേ. ഹല്ലേലൂയ. എത്ര കാലമായി, എത്ര വർഷമായി, എത്ര നൂറ്റാണ്ടായി ബന്ധിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് നീ വന്നതെങ്കിലും ഇന്ന് പകൽ ഞാനൊന്ന് പറയട്ടെ, ബന്ധനമില്ലാത്ത ഒരു കുടുംബത്തിലോട്ട് യേശുവിനെ സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗത്തിൽ പേരെഴുതിയ കുടുംബത്തിലേക്ക്, ക്രിസ്തുവിന്റെ കുടുംബത്തിലേക്ക്, ദൈവസഭ എന്ന കുടുംബത്തിലേക്ക് യേശു ക്രിസ്തു നിന്നെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് പറയാൻ കാണും, അനേക വർഷങ്ങളായി ഞാൻ ഈ കഷ്ടത അനുഭവിക്കുക, അനേക വർഷങ്ങളായി ഞാൻ ഈ പരാജയം അനുഭവിക്കുക, പല തലമുറകളായി ഞങ്ങൾ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുക. പലതും ചെയ്തു, പക്ഷെ ഉദ്ധാരണം പ്രാപിക്കാൻ കഴിയുന്നില്ല. പലതും ചെയ്തു നോക്കി, പക്ഷെ ഒരു വിടുതലും കിട്ടുന്നില്ല. ഇപ്പോഴും കണ്ണുനീര് തന്നെയാണ്, ഇപ്പോഴും വേദന തന്നെയാണ്, ഇപ്പോഴും നിരാശ തന്നെയാണ്. എനിക്കൊന്ന് ഹൃദയം തുറന്ന് സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ കുഞ്ഞെ സന്തോഷത്തിന്റെ കുടുംബത്തിലേക്ക്, ആനന്ദത്തിന്റെ കുടുംബത്തിലേക്ക്, അപ്പന്റെ ഭവനത്തിലേക്ക് അപ്പൻ നിന്നെ സ്വാഗതം ചെയ്യുക. അപ്പന്റെ വീട്ടിൽ വന്നാൽ അപ്പ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ്, അവിടെ എപ്പോഴും ആടലും പാടലുമാണ്, അവിടെ എപ്പോഴും ഉല്ലാസമാണ്. അപ്പന്റെ വീട്ടിലേക്ക് ഇന്ന് പകൽക്കാലം അപ്പൻ നിന്നെ വിളിക്കുന്നു. കുഞ്ഞെ, നിനക്ക് അപ്പന്റെ വീട്ടിലേക്ക് വരാം. കുഞ്ഞെ, നിനക്ക് അപ്പന്റെ വീട്ടിലേക്ക് വരാം. അപ്പന്റെ വീട്ടിൽ ബന്ധനമില്ല, അപ്പന്റെ വീട്ടിൽ സ്വാതന്ത്ര്യമേ ഉള്ളൂ. അപ്പന്റെ വീട്ടിൽ ദാരിദ്ര്യമില്ല, അപ്പന്റെ വീട്ടിൽ സമൃദ്ധിയേ ഉള്ളൂ. അപ്പന്റെ വീട്ടിൽ കണ്ണുനീരില്ല, അപ്പന്റെ വീട്ടിൽ പുഞ്ചിരിയേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിലോട്ട് വരാത്തവന് വിലാപം കാണും. അപ്പന്റെ വീട്ടിലോട്ട് വരാത്തവന് കണ്ണുനീര് കാണും. അപ്പന്റെ വീട്ടിൽ നകന്നു കിടക്കുന്നവന് സ്തോത്രം സമാധാനമുണ്ടാകത്തില്ല, ഉറക്കമുണ്ടാകത്തില്ല, സ്വസ്ഥതയുണ്ടാകത്തില്ല, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകത്തില്ല. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന്, പ്രതീക്ഷകളെല്ലാം നശിച്ച്, സകലതും കൈമോശം വന്നവനായി, പന്നി മേയ്ക്കുന്നവനായി പന്നിയുടെ യജമാന്റെ കൂടെ കിടക്കുമ്പോൾ അപ്പന്റെ വീടിനെ കുറിച്ചൊരു മകൻ ഓർത്തു. അപ്പന്റെ വീട്ടിൽ വിലാപമില്ല, അപ്പന്റെ വീട്ടിൽ ഞെരുക്കമില്ല, അപ്പന്റെ വീട്ടിൽ ദാരിദ്ര്യമില്ല, അപ്പന്റെ വീട്ടിൽ സമൃദ്ധിയേ ഉള്ളൂ. അപ്പന്റെ വീട്ടിൽ പട്ടിണിയില്ല, അപ്പന്റെ വീട്ടിൽ ഞെരുക്കമില്ല, അപ്പന്റെ വീട്ടിൽ ഒന്നിനും കുറവില്ല. ഇന്ന് പകൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറവ് പരിഹരിച്ച് കുറവില്ലാതെ നടത്തുന്ന എന്റെ യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു വന്നാൽ ഇന്ന് പകൽ നിന്റെ കുറവിനെ എന്റെ യേശു മാറ്റാൻ പോവുകയാ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. എത്ര വർഷങ്ങൾ നിങ്ങൾ പ്രതിസന്ധിയിൽ കൂടെ പോയി എന്നത് എന്റെ ദൈവത്തിനൊരു വിഷയമല്ല.
ആമേൻ, എത്ര വർഷങ്ങളായി നിങ്ങളുടെ കുടുംബം തകർന്നു കിടക്കുകയാണ്. എന്റെ കർത്താവിനതൊരു വിഷയമല്ല. അവൻ വന്നത് തകർന്നവനെ ഉദ്ധരിക്കാനാണ്. അവൻ വന്നത് തകർന്നവനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ആമേ, കള്ളൻ തുരന്ന് മോഷ്ടിച്ചെടുത്ത് അവൻ നിനക്കൊരു സമൃദ്ധി തരാൻ വേണ്ടിയാണ് വന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമായി കള്ളൻ വന്നെങ്കിൽ അതേ സ്ഥാനത്ത് എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അറുക്കുവാനും മുടിക്കുവാനുമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ കടന്നു വന്ന കള്ളനായ സാത്താൻ, ദുഷ്ടനായ സാത്താൻ നിന്റെ സന്തോഷത്തെ, നിന്റെ നന്മയെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ അഭിവൃദ്ധിയെ, നിന്റെ വിടുതലിനെ, നിന്റെ ഉയർച്ചയെ കവർന്നു കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, സമൃദ്ധിയായ ജീവൻ പകരുന്നവൻ, സമൃദ്ധിയായ ജീവൻ പകരുന്നവൻ, നിന്നെ ഉദ്ധരിക്കുന്നവൻ അതേ സ്ഥാനത്ത് ഇതാ ഉദ്ധരിക്കുന്നവൻ ഇറങ്ങി നിൽക്കയോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില വ്യക്തികൾ ഉദ്ധരിക്കപ്പെടുന്ന പകലത്രേ. ഇന്ന് ചില വ്യക്തികൾ പണിയപ്പെടുന്ന പകലത്രേ. ഇന്ന് ചില കണ്ണുനീർ തുടച്ചു മാറ്റുന്ന പകലത്രേ. ആമേൻ. ഇന്ന് പകൽ നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ആമേൻ. സന്തോഷമുണ്ടോ? 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വന്നത് യേശു അപ്പച്ചന്റെ അടുക്കലാ. ആമേൻ. നിന്റെ പിതാവിന്റെ അടുക്കലാ. നിനക്ക് വേണ്ടി ചങ്കിലെ അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്ന അരുമനാഥന്റെ അടുക്കലാ വന്നേ. നിന്റെ പ്രാണപ്രിയന്റെ അടുക്കലാ വന്നേ. ആമേ, നിന്നെ സ്നേഹിച്ച, നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ തരുവാൻ തക്ക വിധം നിന്നെ സ്നേഹിച്ച സ്നേഹനായകന്റെ അടുക്കൽ ഇന്ന് പകൽ വന്നെങ്കിൽ എന്റെ സഹോദര, എന്റെ സഹോദരി, നീ ഇന്ന് പകൽ വെറുതെ പോകത്തില്ല. നീ ആ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഈ ഹോള് വിട്ട് മടങ്ങിപ്പോകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിന്റെ ഏത് പ്രശ്നവും പരിഹരിക്കുന്ന യേശുവിനെ ഞാൻ നിനക്ക് കാണിച്ചു തരികയാണ്. ആമേൻ. നീ മറ്റൊരാളുടെ അടുക്കലേക്ക് ഓടണ്ട. നീ ഒരു സ്ഥലത്തേക്ക് ഓടി ചെല്ലണ്ട. നീ ആമേ കഷ്ടപ്പെടേണ്ട. നിനക്കൊരു നിമിഷം കൊണ്ട് പ്രാപിക്കാൻ കഴിയും. കാരണം നീ ദൈവത്തിന്റെ പൈതലാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ വിടുതൽ പ്രാപിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ? എനിക്ക് അർഹതയുണ്ടോ? പലരുടെയും ചോദ്യം അതാണ്. ദൈവം എന്നെ വിടുവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? അർഹത എനിക്കുണ്ടോ? കർത്താവെ, കരുണ തോന്നി എന്നെ ഒന്ന് വിടുവിക്കണേ. കർത്താവെ, മനസ്സരിവ് തോന്നി എന്നെ ഒന്ന് വിടുവിക്കണേ. കർത്താവെ, എന്നെ ലജ്ജിപ്പിക്കരുതേ. പല ചോദ്യങ്ങൾ, പല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുള്ളവരാകാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, യോഗ്യത ഉള്ളവനുള്ളതാണ് ദൈവത്തിന്റെ വിടുതൽ. അർഹതയുള്ളവനുള്ളതാണ് ദൈവത്തിന്റെ വിടുതൽ. സ്തോത്രം. നീ അർഹതയുള്ളവനാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ അർഹതയുള്ള വിടുതലുമായി നീ ഈ ഹോള് വിട്ട് പുറത്തു പോകാവൂ. യേശുവിന്റെ അടുക്കൽ വരുന്നവന് ആമേ സ്തോത്രം ഒരർഹതയുണ്ട്. അർഹതയുള്ളവനാണ് ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത്. ഓ സ്തോത്രം. പിശാച് പറയും നിനക്ക് യാതൊരു അർഹതയുമില്ല. ആമേൻ. പിശാച് പറയും നിന്റെ വീട്ടിൽ പലതും കുഴിച്ചിട്ടിരിക്കുക. ആമേ, കുഴിച്ചിട്ടതിനെ ഇന്ന് പകൽ നീ പേടിക്കേണ്ട. ഏത് കുഴിച്ചിട്ടതിനെയും കരിച്ചു കളയുന്നവൻ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ഏത് ബന്ധിച്ചു വെച്ച ബന്ധനവും അഴിച്ചു മാറ്റുന്നവരിവിടെയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ പിശാചിന്റെ പ്രവൃത്തികൾ എന്ത് തന്നെ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിലും, നിന്റെ ഭവനത്തിലുണ്ടെങ്കിലും, നിന്റെ വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിലും, നിന്റെ ശരീരത്തിലുണ്ടെങ്കിലും, നിന്റെ ജോലിയിലുണ്ടെങ്കിലും, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനെ അഴിക്കാൻ അധികാരമുള്ളവൻ, അത്ഭുതത്തിന് കരവുമായി, അധികാരമുള്ള കരവുമായി ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്താ അഴിക്കാനുള്ള ഈ കരത്തിന്റെ യോഗ്യത? യേശു കാണിക്കും. ആണിപ്പഴുത്, ആണിപ്പഴുത്. നിനക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട, മനുഷ്യവർഗത്തിനോട് തുളയ്ക്കപ്പെട്ട ആ താണിപ്പഴുതിനെ ഒന്ന് കാണുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ആണിപ്പഴുതുള്ള കരത്തിലേക്ക് നോക്കുക. ആ കരം നിന്റെ ബന്ധനം അഴിക്കാൻ വന്ന കരമാണ്. ആ കരം നിന്റെ കെട്ടടിക്കാൻ വന്ന കരമാണ്. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത് കെട്ടുന്നവനെ കുറിച്ചല്ല, എനിക്ക് പറയാനുള്ളത് പകർക്കുന്നവനെ കുറിച്ചല്ല, എനിക്ക് പറയാനുള്ളത് അപകടം ഉണ്ടാക്കുന്നവനെ കുറിച്ചല്ല, എനിക്ക് പറയാനുള്ളത് രോഗം വരുത്തുന്നവനെ കുറിച്ചല്ല, എനിക്ക് പറയാനുള്ളത് രോഗം മാറ്റുന്നവനെ കുറിച്ചാണ്, എനിക്ക് പറയാനുള്ളത് അപകടം മാറ്റുന്നവനെ കുറിച്ചാണ്, എനിക്ക് പറയാനുള്ളത് നിന്നെ ഉയർത്തുന്നവനെ കുറിച്ചാണ്, എനിക്ക് പറയാനുള്ളത് അവൻ നിന്നെ പണിയുന്നവനെ കുറിച്ചാണ്, എനിക്ക് പറയാനുള്ളത് നിന്നെ സന്തോഷിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ യേശുവിനെ തേടി യേശുവിന്റെ അടുക്കൽ വന്നു. അവൾ എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എന്റെ മകൾക്ക് ഭൂതോപദ്രവമായിരിക്കുന്നു. അവൾ കഠിനമായി നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞു. ആമേൻ. അവൾ കരഞ്ഞുകൊണ്ടാ പറയുന്നേ. പക്ഷെ യേശു ആ കണ്ണുനീര് ശ്രദ്ധിച്ചതേയില്ല. യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഞാൻ കൊടുക്കത്തില്ല. ആമേൻ. അവൾക്കൊരു സത്യം മനസ്സിലായി. അവകാശത്തോടെ വേണം ചോദിക്കാൻ. അവൾ നിലവിളിച്ചുകൊണ്ട് തിരിച്ചു പോകുകയല്ല, അവൾ നിലവിളി നിർത്തി. അവളൊന്ന് ചിന്തിച്ചു, അവളൊന്ന് ഒന്ന് അന്വേഷിച്ചു, ഒന്ന് പരതി. എവിടെയെങ്കിലും എനിക്കൊരു വിടുതലിനുള്ള കിടപ്പുണ്ടോ? എവിടെയെങ്കിലും എനിക്കൊരു വിടുതലിനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ടോ? ആമേൻ. ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വന്നതുപോലെ മടങ്ങിപ്പോകാൻ പാടില്ലല്ലോ. എനിക്കൊരു വിടുതലിന്റെ സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ കുഞ്ഞെ, നിന്റെ വിടുതലിനുള്ളൊരു സാധ്യത ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. അത് നീ കണ്ടെത്തുന്നതാണ് നിന്റെ വിടുതലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിനക്ക് വിടുതൽ നടക്കാതെയല്ല, നിന്റെ വിടുതൽ പ്രാപിക്കാനുള്ള ഒരു സാധ്യത ഏതോ ഒരു ഭാഗത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ആ സാധ്യതയെ കണ്ടെത്തി നീ യേശുവിന്റെ അടുക്കലേക്ക് ആ സാധ്യത കൊടുക്കാൻ ഇന്ന് പകൽ തയ്യാറായാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, വിടുതൽ പ്രാപിച്ചേ മടങ്ങിപ്പോവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ അവിടെ നിന്ന് മക്കളുടെ മേശമേലേക്ക് നോക്കി. മക്കളുടെ മേശമേലേക്ക് അപ്പം വിളമ്പി കൊടുക്കുന്നു. ആമേൻ. അത് കണ്ടവൾ നിരാശപ്പെട്ടില്ല. മക്കൾ അപ്പം എടുത്ത് ഒടിച്ച് സന്തോഷത്തോടെ കഴിക്കുന്നു. അത് കണ്ടപ്പോഴും ആദ്യം അവൾക്കൊരു വേദന ഉണ്ടായി. മക്കളുടെ പാത്രത്തിലേക്ക് അപ്പം കൊടുക്കുന്നു. പക്ഷേ എന്റെ പാത്രത്തിലേക്ക് ഒന്നുമില്ല, എനിക്കത് ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നു, എനിക്കത് ലഭിക്കുവാൻ സാധ്യതയില്ല. പക്ഷേ അവൾ മടങ്ങിപ്പോയില്ല. അവൾ ആ മേശമേലേക്ക് പിന്നെയും നോക്കി. മക്കൾ അപ്പം എടുത്ത് കഴിക്കുകയാണ്. അവൾ പിന്നെയും നോക്കി. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ നോക്കി, ഏതോ ഒരു സമയത്ത് ചില അപ്പം നുറുക്കുകൾ താഴേക്ക് പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. ഏതോ ചില സമയത്ത് ചില അപ്പം നുറുക്കുകൾ താഴേക്ക് പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, ആ പൊടിഞ്ഞു വീഴുന്ന ആ അപ്പം നുറുക്കുകൾ അതല്ലേ എന്റേത്, അതല്ലേ എനിക്കുള്ളത്, അതല്ലേ എനിക്കുള്ളത്. ഇന്ന് പകൽ നിനക്കുള്ളതിനെ കണ്ടെത്തി ഇന്ന് പകൽ പ്രാപിക്കാൻ നീ തയ്യാറാണോ? നിനക്കുള്ളത്, നിനക്കുള്ളത് ഇതിനിടയിൽ എവിടേക്കോ പൊടിഞ്ഞു വീഴുന്നുണ്ട്. ചാടി പിടിക്കാൻ കൃപയുള്ളവർ ചാടി പിടിച്ചോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.